ഇനി പ്രീതയ്ക്കും അവളുടെ ഫാമിലിക്കും വരുന്ന ഗതി എന്താണെന്ന് അറിയാമോ? ആന്റിയുടെ ഫാമിലിക്ക് മുന്നിൽ അവർ എന്നേക്കുമായി തരം താഴ്ത്തപ്പെടും. എത്ര രസമായിരിക്കും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ സമയത്ത് നീ ഇങ്ങനെ ആംബുലൻസ് ആന്റി പുറത്തു പോക്കോ. പക്ഷേ ഭാവഭേദമൊന്നും കാണിക്കരുത്. സ്വന്തം ഫാമിലിയെ ശ്രദ്ധിക്കണം. അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് അയക്കേ. പക്ഷെ ആന്റി പോകരുത്. താങ്ക് യു. നമ്മുടെ ഫൈനൽ ആക്ഷൻ ബാക്കിയുണ്ട്. ഇനി എന്ത് ഫൈനൽ ആക്ഷനാ? നോക്ക, ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ എല്ലാവരുടെയും മുമ്പിൽ വലിയ ടെൻഷൻ കാണിക്കും. എന്നിട്ട് നമ്മൾ പ്രീതയ്ക്ക് നേരെ ശബ്ദമുയർത്തും, കുറ്റം ആരോപിക്കും. ആലോചിച്ച് നോക്ക്, അഥവാ ഞാൻ ആന്റി തടഞ്ഞില്ലായിരുന്നെങ്കിൽ ആന്റിയുടെ അവസ്ഥ എന്താവുമായിരുന്നു? പക്ഷെ ആന്റി ഇപ്പൊ പുറത്ത് ചെന്ന് കുറച്ച് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം അയ്യോ വയ്യേ എന്ന് ബഹളം വെക്കണം. പ്രീതയുടെയും അവളുടെ ഫാമിലിയുടെയും ശബ്ദം താഴുന്ന വിധത്തിൽ. എന്നാലേ നമ്മുടെ പ്ലാൻ ഫലപ്രദമാകൂ. മനസ്സിലായി? ഇപ്പൊ ഞാൻ പോട്ടെ, മാറി നിൽക്ക്. ആന്റി നോക്ക്, നന്നായിട്ട് ചെയ്യണം കേട്ടോ. അയ്യോ, എന്ത് പറ്റി മോളെ? ആംബുലൻസിന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ആംബുലൻസ് വന്നു. വാ, നമുക്ക് നേരെ വണ്ടിയിലേക്ക് കൊണ്ടാ. ഓക്കെ മോളെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അവിടെ കുറെ പേരുണ്ട്, അവരെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഒന്ന് വേഗം ആവട്ടെ. അപ്പൊ ഒന്ന് വേഗം ചെല്ല്. നോക്ക്, അമ്മയെ നോക്ക്. അമ്മയുടെ അവസ്ഥ ശരിയല്ലെന്ന് തോന്നുന്നത്. എനിക്ക് വരൂ, ഞാൻ അമ്മയെ നോക്കാം. പറയുന്നത് കേക്ക്. നിങ്ങൾ ആദ്യം അമ്മയെ നോക്ക്. ഞാൻ ശരി, ഇവിടെ ഇരിക്കേ. നീ ഇവിടെ ഇരിക്കേ. അമ്മേ, എന്താ അമ്മേ? എനിക്കെന്തോ വയ്യാത്തത് പോലെ. പേടിക്കേണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല. എന്ത് പറ്റി മോളെ? ഡോക്ടറുടെ അടുത്ത് പോ. സമീർ, എന്തുപറ്റി? ഐ ഡോണ്ട് നോ ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അകത്ത് ഒരുപാട് ആളുകൾക്ക് സുഖമില്ലാതായി. എങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. കണ്ടില്ലേ ചേച്ചി, എല്ലാവരും എങ്ങനെ വൊമിറ്റ് ചെയ്യുന്നതെന്ന്. ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് എന്തോ അസുഖം ഉണ്ടെന്ന്. ഇതിപ്പോ എല്ലാരും വൊമിറ്റ് ചെയ്യുമോ? നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? പിന്നീട് സംസാരിക്കാം. ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. പ്രീത, ഞാനൊന്ന് പറയട്ടെ. ഇതൊക്കെ താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. വെയിറ്റ്. ആന്റി കാണുന്നില്ലേ എങ്ങനെയാ രോഹിത് ഈ സമയത്ത് പ്രീതയുടെ കൂടെ തന്നെ നിൽക്കുന്നതെന്ന്? ഞാൻ ആന്റിയുടെ കയ്യിൽ ഒരു ആയുധം തന്നിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും വേർപെടുത്തുന്ന ജോലി ഇന്ന് ആന്റിക്കാണ്. Your time starts now. കവിതമ്മായി, നിങ്ങളൊന്ന് വേഗം ചെല്ലും. രോഹിത്, കവിത ആന്റി, നിങ്ങൾ പൊയ്ക്കോളൂ. പറയൂ കവിത ആന്റി. രോഹിത് ഇവിടെ എന്താ? ഇതെന്താ എല്ലാവർക്കും പറ്റിയത്? നമ്മുടെ ബന്ധുക്കൾ എല്ലാരും വൊമിറ്റ് ചെയ്യുക, എല്ലാവർക്കും വയറുവേദന. ഇതെന്താ എല്ലാവർക്കും പറ്റിയേ? എനിക്ക് ഇപ്പൊ എന്തോ പോലെ. എനിക്ക് തല കറങ്ങുന്നു, വയറു വേനിക്കുന്നു. നോക്ക്, എഴുത്തിന്റെ അവസ്ഥ കണ്ടു. പ്രീത, ഇവിടെ വാ. നിങ്ങൾ ഇവരെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. നീ എന്താ ഭക്ഷണത്തിൽ ചേർത്തേ? എന്താ ചേർത്തേന്ന്? ഇതെന്താ പറയുന്നേ? എനിക്ക് ഒന്നും അറിയില്ല. ഇതൊക്കെ കൂടുതൽ അഭിനയൊന്നും വേണ്ട. നീ തന്നെ ഇത് ചെയ്തത്. ചുറ്റും നോക്ക് നീ. എല്ലാവരും വൊമിറ്റ് ചെയ്യുന്നു, എല്ലാവർക്കും വയറ് വേദനിക്കുന്നു. ഇതല്ല ആഹാരം കഴിച്ചതിന് ശേഷം ഉണ്ടായേ. ഇത് നിന്റെ ഉത്തരവാദിത്വം. നിന്റെ കാറ്ററിംഗിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. വല്ല വിഷം ചേർത്ത് കാണും നീ. ഈ സംഭവിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം നീ കാരണം ഉണ്ടായേ. നീ കാരണം. പ്രീത, പറയൂ, നീ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന്? ഞാൻ പറഞ്ഞില്ലേ എല്ലാരോടും ഈ ഹോള് റെന്റിന് എടുക്കാനേ പാടില്ലെന്ന്. പക്ഷെ കേട്ടില്ല. ഇവരെല്ലാരും നിന്നെ മാത്രം വിശ്വസിച്ചത്. എന്റെ കുടുംബം നിന്നെ വിശ്വസിച്ചു. വൃത്തികെട്ട തെരുവുകളിലൂടെ യാത്ര ചെയ്താ ഈ ഹോളിലെത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ലൈറ്റ് പോയി, AC വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് എന്റെ കുടുംബക്കാരെ ഒരു അക്ഷരം വേണ്ടിയില്ല. എല്ലാരും നിന്റെ ഒപ്പാ നിന്നത്. എന്നിട്ട് നീ എന്താ ചെയ്തേ? നോക്ക്, എന്റെ കുടുംബക്കാര് നിന്റെ അമ്മയ്ക്ക് കൊടുത്ത അത്ര പണം ഉണ്ടല്ലോ, ഇന്ന് വരെ ആരും അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് നീ എന്താ കാണിച്ചേ? നീ താങ്ക് യു പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും വിഷം വിളമ്പി കൊടുത്തു.
ആന്റി പ്ലീസ് അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾ അതിനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം നന്നാക്കാനാ ശ്രമിച്ചത്. കവിതാന്റെ ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും പറയേണ്ട സമയമല്ല. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമുക്കിനി എന്താ വേണ്ടത് നോക്കാം. രോഹിത്, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. ഇത് നമ്മുടെ നമ്പ്യാർ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം, നമ്മുടെ ബന്ധുക്കളുടെ അഭിമാനത്തിന്റെ പ്രശ്നം. നമ്മൾ ബന്ധുക്കൾക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോ അവരെ സ്വീകരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെയുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഉത്തരവാദിത്തം തെറ്റായ കൈകളിൽ ഏൽപ്പിച്ചതിന്റെ കുഴപ്പമായത്. ഈ കവിത മേഡം മനഃപൂർവ്വം ചേച്ചിയുടെ മേളില് കുറ്റം ചുമത്തുക. പക്ഷെ എന്റെ അവസ്ഥ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. പറയൂ പ്രീത, അത്രമാത്രം എന്ത് തെറ്റാ എന്റെ കുടുംബം നിന്നോട് ചെയ്തത്? ഇത്രയും വലിയൊരു പ്രതികാരം നീ ഞങ്ങളോട് ചെയ്യാൻ മാത്രം? കവിത ആന്റി ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ കാര്യവും വളരെ സത്യസന്ധമായി ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. അങ്ങനെ എന്ത് കാര്യമുള്ളത് നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കാനും മാത്രമെന്ന് എല്ലാരും വൊമിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? അത് സത്യമാണല്ലോ. നീ കാണുന്നുണ്ടല്ലോ. ഈ ഉത്തരവാദിത്വം നിന്റേത് തന്നെയാ. ഇതിന്റെ അർത്ഥം നീ നിന്റെ റെസ്പോൺസിബിലിറ്റി ശരിയായി ചെയ്തില്ല, അല്ലെങ്കിൽ നീ മനഃപൂർവ്വം ഞങ്ങളെ ഉപദ്രവിക്കാൻ എന്തോ വിഷം ഭക്ഷണത്തിൽ ചേർത്തു എന്നുള്ളതാ. പറയൂ. ഓ ഗോഡ്, ഇനി രോഹിത് പ്രീതയുടെ കണ്ണീര് കണ്ട് വീണ്ടും അലിഞ്ഞു പോയാലോ? ഒരുപാട് പാവമായിട്ടല്ലേ തോന്നുന്നത്. അപ്പൊ ഞാൻ ഈ പാവത്തിനെ അല്പം സപ്പോർട്ട് ചെയ്തേ പറ്റൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതായി അഭിനയിച്ചേ പറ്റൂ. പ്രീത, ഇപ്പോഴെങ്കിലും പറയൂ, എന്തെങ്കിലും പറയൂ. കവിതാന്റെ ഒന്ന് നിർത്ത്. ഇത് പ്രീതയുടെ തെറ്റ് തന്നെ ആവണമെന്നില്ലല്ലോ. കണ്ടില്ലേ, ഇപ്പൊ ഷേളിന് നിന്റെ കൂടെ തന്നെ നിൽക്കുക. ഇപ്പൊ രണ്ടുപേരും ഇവരുടെ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് നീ നശിപ്പിച്ചത്. എന്നിട്ട് ഇവര് നിന്റെ ഒപ്പം നിൽക്കുന്നു. പിന്നെ ഏടത്തി ഇന്ന് വരെ നിനക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. നോക്കൂ, പാവത്തിന് എത്ര വേദനയുണ്ടെന്ന്. നാണം തോന്നുന്നില്ല? ഇത്തിരിയെങ്കിലും നാണം പ്രീത. ഇനിയെങ്കിലും വാ തുറക്ക്. നീ തന്നെ ഇത് ചെയ്തെന്ന് സമ്മതിക്കൂ. How could you do this? ആന്റി ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ച് പ്രശ്നം വഷളാക്കുന്നേ? ആന്റി പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. ഇവിടെ ഭൂരിഭാഗം ഭക്ഷണം ഉണ്ടാക്കിയത് ഷെഫാണ്. അതിന് പ്രീത എന്ത് ചെയ്യാനാ? പക്ഷെ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങൾ പറയണം എന്താ സംഭവിച്ചെന്ന്. അവിടെ ചിലർ ഛർദ്ദിക്കുന്നു, ചിലർക്ക് വയറ് വേദനിക്കുന്നു, ചിലർക്ക് ശ്വാസം മുട്ടുന്നു. അവർ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ ചേർന്നിട്ടുണ്ട്. അതെന്താ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിർത്ത്. ഈ വീടുകൾ നിറയെ അതിഥികളുള്ളതാ. ഒന്ന് പതുക്കെ സംസാരിച്ചൂടെ? പക്ഷെ ചേച്ചി പറയുന്നത് ഞാൻ മനഃപൂർവ്വം ഭക്ഷണത്തിൽ വിഷം ചേർത്തുന്നാണോ? നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു കൂവി സംസാരിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ല. നീ അല്ലേ മസാലയൊക്കെ ചേർത്തത്? അപ്പൊ നീ പറയൂ, എന്തെങ്കിലും പ്രശ്നം പറ്റിയോ മസാല ചേർക്കുന്നതിൽ? ദയവ് ചെയ്തിട്ട് നീയെങ്കിലും ഒന്ന് പറയൂ. അടുക്കളയിൽ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാ മസാലയും കൃത്യമായിരുന്നു. ഞാനാ വാങ്ങിക്കൊണ്ടുവന്നത്. ഞാൻ തന്നെ രാവിലെ ഇവനെ പറഞ്ഞയച്ചത്. പോയി എല്ലാ മസാലയും കൊണ്ടുവന്ന്. ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിച്ചില്ലേ എൻഗേജ്മെന്റിനെ കുറിച്ച്? ഇന്ന് രാവിലെ ഞാൻ അവനെ പറഞ്ഞയച്ചത് പോയി എല്ലാ സാധനങ്ങളും പുതിയത് വാങ്ങിക്കൊണ്ടുവരാൻ. എന്റെ അടുക്കളയിൽ യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെ അത് സമ്മതിക്കും? വയറ് വേദനിക്കുന്നുണ്ടെങ്കിൽ, ഛർദിലുണ്ടെങ്കിലേ അത് ചിലപ്പോ 1-2 ആൾക്കാർക്കായിരിക്കും, അല്ലാതെ എല്ലാവർക്കും ഇല്ലല്ലോ. അല്ല, ഒരാള് മാത്രല്ല. ആരെല്ലാം ഭക്ഷണം കഴിച്ചു അവരെല്ലാവരും ഛർദിക്കുന്നുണ്ട്. അവരുടെ എല്ലാം വയറ് വേദനിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? എന്റെ സിന്ദൂര മാരേജ് ഹാളിന്റെ അഭിമാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത വിശ്വാസം. എല്ലാരോടും ഇനി ഞാൻ എന്ത് മറുപടിയാ പറയാ? നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത്രയും പേർക്ക് വലിയ പ്രശ്നം ഉണ്ടായത്? നോക്ക്, എനിക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല. ഞാൻ പോയി അവരോട് സംസാരിക്കാം. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനെല്ലാം നോക്കിക്കോളാം. പുറത്തു പോയി ആകെ പ്രശ്നം. ചേച്ചി, ചേച്ചിയുടെ അഭിമാന പ്രശ്നമാണെങ്കിൽ എന്റെ അഭിമാന പ്രശ്നമാ. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇയാൾ അങ്ങോട്ട് ചെന്നാൽ ആരും വെറുതെ വിടില്ല. ചെന്ന് നിന്റെ അച്ഛനത് തിരിച്ചു വിളിക്കാൻ അങ്ങോട്ട് വിടില്ലേ? എന്റെ പൊന്നു ദൈവമേ, ഞാൻ എങ്ങനെ ഇതൊക്കെ ഇത് ശരിയാക്കുക? ഇല്ല, ഇവിടെ കാറ്ററിംഗ് ചെയ്തത് മാമനാ. പിന്നെ ഇന്നുവരെ അദ്ദേഹത്തിന്റെ പാചകത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ സത്യസന്ധനാ. പ്രീത പറയുന്നത് ശരിയാണ്. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി മറ്റാരെങ്കിലും ചെയ്യിച്ചതായിക്കൂടെ? നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എങ്കിൽ പിന്നെ പറയുന്നേ, ഞങ്ങൾക്കും ഇത് തന്നെ അറിയേണ്ടത്. നീ ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്തെന്ന്. ഞാൻ പറയുന്നു, ഇവള് തന്നെ തെറ്റുകാരിയെന്ന്. എനിക്ക് തോന്നുന്നത് ഇവള് ഷെഫിനോട് പറഞ്ഞിട്ടുണ്ടാകും കുറച്ച് പൈസ ലാഭിക്കാം, വില കുറഞ്ഞ വൃത്തികെട്ട മസാല യൂസ് ചെയ്യാൻ. ഇവരിത് എന്തൊക്കെയാ പറയുന്ന ചേച്ചി? നീ രാധി കടത്തി കണ്ടില്ലേ? ഇത്രയും നാളായി എടത്തി ഈ ദിനത്തിനായി കാത്തിരിക്കുകയായിരുന്നില്ലേ? വർഷങ്ങളായി. അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് പകരം ഒക്കെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ആൻഡ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് ഗേൾ. ഭക്ഷണം കഴിച്ച ആന്റിക്ക് സുഖമില്ലാതായി. പക്ഷെ ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല.
ആന്റി നന്നായി ആരോഗ്യം ശ്രദ്ധിക്കണം. മതി മതി പ്രീത. ഏടത്തിയെ നിന്റെ വശത്താക്കാനുള്ള നിന്റെ ഈ ശ്രമം ഉണ്ടല്ലോ, അത് വേണ്ട പ്രീത, മനസ്സിലായോ? നിന്റെ ഈ മുതലക്കണ്ണീരുണ്ടല്ലോ, അത് നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചിരുന്നാ മതി. എല്ലാവരും കണ്ടു നീ കാരണം ഉണ്ടായി ഫുഡ് പോയ്സണിംഗ് പ്രശ്നം. ഇറ്റ്സ് വെരി ക്ലിയർ. ഇനി ചിന്തിക്കാനും മനസ്സിലാക്കാനും കൂടുതലൊന്നുമില്ല. ഇവളൊന്നും സമ്മതിച്ചു തരില്ല. പക്ഷെ സമയം വന്നിരിക്കുന്നു. എനിക്കൊരാളെ ഫോൺ ചെയ്തേ പറ്റൂ. ഈ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടേ പറ്റൂ. ആ ശരിയാ, മാഡം ഫോൺ ചെയ്യാം. എന്നിട്ട് അവരോട് ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ പറ. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഫുഡിൽ എങ്ങനെ പെട്ടെന്ന് വിഷമൊക്കെ വന്നതെന്ന്. വേഗം വിളിക്ക്. എന്തായാലും അറിയണം എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന്. ആ ചേച്ചി, ഇവര് ഫോൺ വിളിക്കട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാ പ്രശ്നമെന്ന്. വേഗം ഫോൺ ചെയ്യാം, അപ്പൊ മനസ്സിലാവും പാൽ ഏതാ വെള്ളം ഏതാന്ന്. ഹലോ, പോലീസ് സ്റ്റേഷൻ. അല്ല ചേച്ചി, ഇവര് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. ഞാൻ കവിത നമ്പ്യാരാണ് സംസാരിക്കുന്നത്. എനിക്കൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുണ്ട്. ഇവിടെ സിന്ദൂര ഭാഗ്യ ഹാളിൽ ഫംഗ്ഷന് വന്ന ഒരുപാട് ഗസ്റ്റുകൾക്ക് ഫുഡ് പോയ്സൺ സംഭവിച്ചു. പിന്നെ ഉറപ്പായും എനിക്ക് വിശ്വാസമുണ്ട് ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. നിങ്ങൾ എത്രയും വേഗം ഇവിടെ വന്ന് ഈ ഹാളിന്റെ ഉടമസ്ഥയെയും കേറ്ററിംഗ് എടുത്തയാളെയും അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതെ അതെ, വേഗം വരൂ. വെയിറ്റിംഗ്. പായസല്ലേ? ഡോണ്ട് ഈറ്റ് ദിസ്. ഓ മൈ ഗോഡ്. ഇതിന്റെ അർത്ഥം ഇതിന്റെയൊക്കെ പിന്നിൽ ഷെറിന്റെ കൈകളാണെന്നല്ലേ? ചേച്ചി ഇത് എന്താ ചെയ്തത്? ഈ പ്രശ്നം ഇത്രയും വലുതാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഐ മീൻ, ഈ ചെയ്തത് ഒട്ടും ആന്റി, ശരിയായില്ല. വാട്ട്സ് റോങ് വിത്ത് യു? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഇവരാരും പുറത്തുനിന്നുള്ള ആൾക്കാരല്ല. നമുക്ക് തന്നെ ഇത് സോൾവ് ചെയ്യായിരുന്നല്ലോ. വൈ ഡിഡ് യു കോൾ ദ പോലീസ്? സ്വന്തക്കാരാണോ മറ്റുള്ളവരാണോ എന്ന് ഇപ്പൊ തന്നെ അറിയാൻ സാധിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ സം ടൈം ലോഹിത്. ശരി, അങ്ങനെ ആവട്ടെ. ലെറ്റ്സ് വെയിറ്റ്. പ്രീത, ഞാൻ അമ്മാവനായിട്ട് സംസാരിച്ചു. അയാൾ എന്തു പറ്റി? എന്തിനാ കരയുന്നേ? അവര് പോലീസിനെ വിളിച്ചമ്മേ. അത് സാരമില്ല. ഇതിനത്ര കരയാണ്ടിരിക്കുന്നു. പോലീസ് വരുന്നത് നല്ലതല്ലേ? സത്യം എന്താന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പേടിക്കുന്നത്. കള്ളവും സത്യവും തിരിച്ചറിയാൻ പറ്റുമല്ലോ. അമ്മയ്ക്ക് അതെന്താ പറ്റിയത്? നീ ശബ്ദം ഉയർത്താതെ സംസാരിക്കുക. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഒരു കാര്യമില്ലാതെ എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? ആദ്യം നീ നിന്റെ അഹങ്കാരം നിർത്ത്. എന്നിട്ട് നീ എന്നോട് പറ, നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. ഞാൻ എന്താണ് ചെയ്തത്? എന്താണെന്ന് പറയൂ. എന്റെ മുന്നിൽ നീ ഈ നാടകം ആദ്യം അവസാനിപ്പിക്ക്. ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ ഓരോ പ്രവൃത്തിയും എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാകും. നീ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അവിടെ പുറത്ത് എല്ലാവർക്കും ഫുഡ് പോയ്സൺ അടിച്ചിരിക്കുകയാണ്. ഡു യു ഗെറ്റ് ഇറ്റ്? വന്നവരെല്ലാവരും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാ അത്? നീ തന്നെ ഉത്തരം പറയണം. ട്രസ്റ്റ് മീ അമ്മേ, ഇതൊക്കെ പ്രീതയുടെ തെറ്റാണ്. ഇപ്പൊ അമ്മ എനിക്ക് തന്ന ഈ അടിയുണ്ടല്ലോ, അത് പ്രീതയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നു. അവളാണ് ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തത്, ഞാനല്ല. മോളെ ഷെർലിൻ, നീ എന്നോട് ഒരുപാട് കള്ളം പറഞ്ഞ് കഷ്ടപ്പെടണ്ട. എനിക്ക് നിന്നെ വളരെ നന്നായിട്ട് അറിയാം. ഇതെല്ലാം ചെയ്തത് നീ ഒറ്റ ഒരുത്തി തന്നെയാണ്. ഇല്ല അമ്മേ, ഇത് എന്റെ തെറ്റല്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ട്രസ്റ്റ് മീ. ഓ, അങ്ങനെയാണോ? നീ അപ്പൊ ഒന്നും ചെയ്തിട്ടില്ലെന്നാ? നീ ഡാൻസ് പോലും ഉപേക്ഷിച്ച് വളരെ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ നീ എന്നെ സമ്മതിച്ചില്ല. എന്തിനാ നീ തടഞ്ഞേ? എന്താ നീ സമ്മതിക്കാഞ്ഞേ? കാരണം നിനക്കറിയായിരുന്നു ഭക്ഷണത്തിൽ എന്തോ ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അത് നീ അറിഞ്ഞതെങ്ങനെയാ? കാരണം അത് ചേർത്തത് മറ്റാരുമല്ല, നീ തന്നെയായിരുന്നു. അതുകൊണ്ട് എന്റെ മുന്നിൽ ഒന്നും അറിയാത്തത് അഭിനയിക്കണ്ട ഷെർലിൻ. അതെ, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തത്. എന്ത് ചെയ്യും? മൈ ഗോഡ്, ഞാൻ എന്ത് കാര്യമാണോ പേടിച്ചത് അത് തന്നെ ഇപ്പൊ സംഭവിച്ചു. എനിക്ക് തോന്നിയിരുന്നു നീ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കുമെന്ന്. നിനക്കെന്താ നിന്റെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടോ? നീ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ലൈഫിൽ നല്ലത് എന്തെങ്കിലും നടക്കുന്നതെന്ന് നിനക്കറിയോ? എല്ലാവരും ഇപ്പൊ നിന്നെ ഒരു നല്ല കുടുംബത്തിലെ സൽസ്വഭാവിയായ ഒരു പെൺകുട്ടിയായി കണ്ട് ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും നിന്റെ പാസ്റ്റിനെ കുറിച്ച് ഇതുവരെ ഒന്നും മനസ്സിലാക്കിയിട്ടുമില്ല, ഇതുവരെ ഒന്നും ചോദിച്ചിട്ടുമില്ല. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. യു ഹാവ് എനി ഐഡിയ? അഥവാ ഇതിൽ ആർക്കെങ്കിലും നിന്റെ പാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ അറിവ് ലഭിച്ചാൽ പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് അമ്മയുടെ ഏറ്റവും വലിയ മണ്ടത്തരം. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം എന്റെ അമ്മ ഈ പഴയ പാസ്റ്റ് ടോപ്പിക് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചികഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിലൂടെ അമ്മ ചെയ്യുന്നത് എന്താണെന്നറിയോ? പ്രശ്നത്തെ വിളിച്ചു വരുത്തുകയാണ്. അഥവാ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ലൈഫ് സ്മൂത്ത് ആയി പോകണമെന്ന്, എങ്കിൽ അമ്മയുടെ ഈ വായുണ്ടല്ലോ അതങ്ങ് അടച്ചു വെക്കണം.
അമ്മ പേടിക്കണ്ട കേട്ടോ, സമാധാനായിരിക്കും. കാരണം ഷേർലിൻ ഒരു കാര്യം തീരുമാനിച്ചാലുണ്ടല്ലോ, അതിനെ ഭഗവാന് പോലും തടയാൻ കഴിയില്ല. പക്ഷെ ഷെർലിൻ, നിനക്ക് ഈ ദുഷ്ടതരങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നീ തന്നെ ആഗ്രഹിക്കുന്നതല്ലേ രോഹിത്തുമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന്? അമ്മേ, അമ്മയുടെ മനസ്സിൽ വരുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടല്ലോ, എനിക്ക് തീരെ ടൈമും ഇല്ല എനർജിയും ഇല്ല ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. അമ്മ ഇപ്പൊ പുറത്ത് കണ്ടതിന്റെ ഡ്രാമയില്ലേ, അതിന്റെ ഫുൾ ലൈവ് ടെലികാസ്റ്റ് നടക്കുകയാ. അപ്പൊ അമ്മ അവിടേക്ക് വാ, എന്നിട്ട് സ്വന്തം കണ്ണുകൊണ്ട് കാണ് അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഇത് ചെയ്തതിനുള്ള പ്രതിഫലം ഇപ്പൊ കിട്ടിത്തുടങ്ങി കാണും. അമ്മയ്ക്ക് അത് കണ്ട് എൻജോയ് ചെയ്തൂടെ? ഞാനും ചെയ്യാം, അമ്മയും ചെയ്യും. എന്നുവെച്ചാ പ്രീത? അതെ അമ്മേ, പറഞ്ഞത് ശരിയാ. പ്രീത തന്നെയാ കാരണം. അവള് കാരണം എന്റെ എല്ലാ സന്തോഷവും ഇല്ലാതായത്. But now the tables have fully turned. അറിയോ എന്തുകൊണ്ടാന്ന്? കാരണം ഇപ്പൊ എന്റെ അവസരമാണ്. പ്രീതയുടെ അവശേഷിക്കുന്ന ഒരല്പം അഭിമാനം അതും ഇന്ന് മണ്ണോടടിഞ്ഞു പോകും. അവളുടെ അമ്മ, അവളുടെ അനിയത്തി ഉണ്ടല്ലോ, പിന്നെ അവളുടെ അമ്മാവന്റെ മോൻ, എല്ലാരും തകർന്നു പോകും. പിന്നെ ഈ കാണുന്ന സിന്ദൂര ഭാഗ്യ ഹോൾ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ അവളുടെ ഈ ചെറിയ കുടുംബം ഉണ്ടല്ലോ, ഇങ്ങനെ തകർന്നു പോവും. വാ, ലെറ്റ്സ് ഗോ. ഷെർലിൻ, ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേക്ക്. ഞാനൊന്ന് പറയട്ടെ. അമ്മേ, അമ്മ കേട്ടില്ലേ സൈറന്റെ ശബ്ദം? പോലീസ് വരുന്നു അമ്മേ. അമ്മ ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോകണം. വരൂ അമ്മേ, വരൂ അമ്മേ. ഷെർലിൻ, ഇവിടെ സരള ആരാണ്? ഈ ഹോളിന്റെ ഓണർ. അതാണ്. അവരെ വേഗം അറസ്റ്റ് ചെയ്യൂ. വാവ്, അവസാനം ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അതാണ് നടക്കുന്നത്. ഐ വാണ്ട്. ചെല്ലു, അവരെ വിലങ്ങ് വയ്ക്ക. അല്ല, ഒരു മിനിറ്റ്. എങ്ങനെയാ നിങ്ങൾക്ക് അമ്മയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക? ഇതെന്തൊക്കെയാ മേഡം നടക്കുന്നത്? ആദ്യം കാര്യം എന്താണെന്ന് അറിയാനെങ്കിലും ശ്രമിച്ചൂടെ? ആദ്യം നിങ്ങളൊന്ന് അന്വേഷിക്കുക, ആരാ ചെയ്തത്, എന്താ പ്രശ്നം എന്നൊക്കെ. എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാ പോരെ? ഇനി എന്താ അറിയാൻ ബാക്കിയുള്ളത്? കണ്ടില്ലേ നിങ്ങളെല്ലാരും ആംബുലൻസ് നിറച്ച ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ഭാഗ്യത്തെ നിങ്ങൾ തമാശയാക്കി മാറ്റി. ഇനി നിയമത്തെ കളിപ്പാട്ടാക്കുവാണോ? ഇൻസ്പെക്ടർ, ഇവര് പറയുന്നത് കേൾക്കരുത്. എത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്യൂ. ഞങ്ങൾ ഇവരെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ കോടതിയിൽ എത്തിയതിനു ശേഷമേ ആരംഭിക്കൂ. ചെല്ലു, വിലങ്ങ് വെക്ക അവരെ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? നോക്കൂ, ഒരുപാട് ആളുകൾക്ക് സുഖമില്ലാതായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ചേച്ചി പറയുന്നത് ശരിയാ, ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ഇതെന്താ? ഞങ്ങളുടെ അമ്മയെ വിടൂ. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കോ? മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? കൈവിടാൻ. നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഡ്രാമ? ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ആരെയാ കൊണ്ടുപോവുക? ഈ ഇരിക്കുന്നവരെയോ? ഫുഡ് പോയിസൺ വന്ന് ഈ മോശം അവസ്ഥയിൽ ഇരിക്കുന്നവരെയോ? സംസാരിക്കുന്നോ നീ? ഇൻസ്പെക്ടർ, എല്ലാരെയും കൊണ്ടുപോകൂ. പോ, കൊണ്ടുപോയി ജീപ്പി കയറ്റൂ. എനിക്കറിയാം എല്ലാവരുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന്. പക്ഷെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനെങ്കിലും ശ്രമിക്കേ. ആരാ ചെയ്തതെന്ന്? ചേച്ചി പറയുന്നത് ശരിയാ, ഞങ്ങളുടെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല. ഞങ്ങൾ സത്യമാ പറയുന്നത്, ഒന്ന് കേൾക്ക് പ്ലീസ്. ഇങ്ങനെ ഒരിക്കലും പോലീസ് ബ്ലൈൻഡായി അറസ്റ്റ് നടത്താൻ പാടില്ല. ആദ്യം നിങ്ങൾ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കുക. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. സാറിന് ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്തോളൂ. അവരെ വെറുതെ വിട്ടേക്കൂ. എന്താ, നിങ്ങളാണോ ഇവിടത്തെ ഉടമസ്ഥൻ? അല്ല, ഞാനാണ് ഈ ഹാളിന്റെ ഉടമസ്ഥ. എനിക്കറിയാം. ഞാൻ ഇയാളോട് ചോദിച്ചതാണ്. പറയൂ, ഉത്തരം പറയൂ. ഈ പാർട്ടിയുടെ പാചകത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാ. അപ്പൊ ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ. ജയിലിന്റെ കാറ്റ് കൊള്ളാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടല്ലോ. നിന്നെ അഴിക്കുള്ളിലാക്കിയാൽ ഞങ്ങൾക്ക് ഒരുപാട് തെളിവ് കിട്ടും. മനസ്സിലായോ? ഞങ്ങൾ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. Shut up. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. കാര്യങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് നിങ്ങൾക്കറിയാമോ? 25ഓളം പേര് ആശുപത്രിയിലാണ്. ഈ ഹീറോ ആകുന്ന പരിപാടി ഇനി എന്നോട് കാണിക്കരുത്. ബാക്കിയുള്ള ജീവിതം കൂടി നിനക്ക് അഴിക്കുള്ളിൽ തീർക്കേണ്ടി വരും. മനസ്സിലായോ? കോൺസ്റ്റബിൾ, അവരെ കൊണ്ടുവരൂ. നടക്കങ്ങോട്ട്. മാറി നിൽക്ക്.
ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എന്റെ സരളയെ രക്ഷിക്കണം. പോലീസുകാരോട് അവളെ കൊണ്ടുപോരുതെന്ന് പറയൂ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമായിട്ട് അവളൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യൂ. അച്ഛമ്മ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. വരൂ, ഇവിടെ ഇരിക്കേ. വരൂ. കരയല്ലേ മോളെ, അമ്മ വരും മോളെ. എന്താ ഇത് സൃഷ്ടി? അവരമ്മ കൊണ്ടുപോയി, അവരമ്മ കൊണ്ടുപോയി ചേച്ചി. എന്റെ അമ്മ പാവം. അമ്മയെ രക്ഷിക്കാൻ നമുക്ക്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്ന കേൾക്കാം, അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല. അമ്മ ഒന്നും ചെയ്തിട്ടില്ല, അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അമ്മ തിരിച്ചു വേണം, എനിക്ക് അമ്മ തിരിച്ചു വേണം. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരമ്മയെ ഒന്നും ചെയ്യില്ല. നമുക്ക് ഭാഗത്തേക്ക് പോവാം. എന്നിട്ട് ആന്റിയോട് കാര്യങ്ങളൊക്കെ പറയാം, രോഹിത് സാറിനോടും പറയാം. അവര് നമ്മളെ എന്തായാലും സഹായിക്കാതിരിക്കില്ല. കരയില്ല. സ്വന്തം എൻഗേജ്മെന്റ് ദിവസം ഒരു പെൺകുട്ടി കാരണം ഇത്രയും വിഷമിക്കേണ്ടി വരുന്നത് വളരെ അപ്സെറ്റ് ആക്കുന്ന കാര്യം. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഷേർലിൻ. നിനക്ക് ഇപ്പൊ തോന്നുന്നത് ഇന്ന് തന്നെ ഇത് സംഭവിക്കണമായിരുന്നു എന്നല്ലേ? ഏറ്റവും മോശമായി നിനക്ക് തോന്നി എന്താണെന്ന് വെച്ചാ, എന്തിനാ സരളയെ മാത്രം അറസ്റ്റ് ചെയ്തത്? ശരിയാണ്, ഈ ഹോൾ അവരുടെ പേരിലാ. പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ടത് പ്രീതയല്ലേ? കാര്യം ഇന്ന് ഈ എൻഗേജ്മെന്റ് ദിവസം തന്നെ ഈ ഹോള് ബുക്ക് ചെയ്തത് അവള് കാരണം തന്നെയാ. കവിതാന്റി വെറുതെ എന്തിനാ എല്ലാ കാര്യത്തിനും പ്രീതയെ ബ്ലെയിം ചെയ്യുന്നത്? ഈ ഹാൾ ബുക്ക് ചെയ്യാൻ പ്രീത എന്നെ നിർബന്ധിച്ചിട്ടില്ല. ഇറ്റ് വാസ് മൈ ഡിസിഷൻ, ഓൺലി മൈ ഡിസിഷൻ. അതല്ല കരീനാന്റി അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മൾ പ്രീതയ്ക്ക് ഇത്രയും വലിയ ചുമതല നൽകി, പക്ഷേ റിസൾട്ട് എന്തായാലും നോക്കൂ. കവിതാന്റി, ഇതിൽ പ്രീതയുടെ അമ്മയുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ നിരപരാധിയാണ്. അവരുടെ തെറ്റല്ലെങ്കിൽ പിന്നെ ഇത് ആരുടെ തെറ്റാ? നിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ അതോ എന്റെയോ അതോ നമ്മുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും ആണോ? നെയിം ഇറ്റ്, പേര് പറയൂ. Did I say that? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? അവരെന്തിനാ അങ്ങനെ ചെയ്യണം? പിന്നെന്താ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങളുടെ ഏതെങ്കിലും ഗസ്റ്റ് ആണോ അത് ചെയ്തതെന്നോ? അതോ എന്റെ അമ്മയോ? നിങ്ങൾക്കത് പറയാം, കാരണം ഞങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലല്ലോ. താനിത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു ഇതുവരെ? ഗുഡ്. ഞങ്ങൾ എല്ലാവരും വളരെ നന്നായി ആലോചിച്ചിട്ടാ ഈ തീരുമാനത്തിൽ എത്തിയത്. കാരണം ഞങ്ങളുടെ ചിന്തയെ ആരുമായിട്ടുള്ള സൗഹൃദമോ അടുപ്പോ ഒന്നും ബാധിച്ചിട്ടില്ല. ഇനി നീ പറയൂ, ആരാകും ആ അടുക്കളയിൽ പോകാൻ സാധ്യതയുള്ളത്? ഭക്ഷണവുമായിട്ട് ബന്ധമുള്ളവർ മാത്രമല്ലേ? അപ്പൊ അത് ആരൊക്കെയാകും? എനിക്ക് തോന്നുന്നത്, എന്റെ അറിവിൽ ഈ ഹോളിന്റെ ഓർഡർ സരള, അവരുടെ 2 പെൺമക്കൾ, പിന്നെ അവരുടെ സഹോദരൻ ആ കുക്ക്, അവരുടെ ആൾക്കാരും. റൈറ്റ്? അവർ മനഃപൂർവ്വം ചെയ്തു എന്നാണോ? സമ്മതിച്ചോ, അവർ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. പക്ഷെ എന്തിനു വേണ്ടി, ഏത് കാര്യത്തിന് വേണ്ടി? There has to be a reason, right? സൂക്ഷിച്ചോ. എന്ത് പറ്റി മക്കളെ? മുത്തശ്ശി ഇവിടെ നിന്ന് സമാധാനിപ്പിക്കും. വന്നിരിക്കും. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് സൂക്ഷിച്ച്. ഓ ഗാഡ്, ഈ പ്രീത വീണ്ടും കണ്ണീര് കൊണ്ട് വന്നല്ലോ. ഇനി ഇവളുടെ കണ്ണീര് കൊണ്ട് രോഹിത്തിന്റെ മനസ്സ് മാറാതിരുന്നാ മതിയായിരുന്നു. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അമ്മയെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വേഗാട്ടെ, അവസ്ഥ മോശമാകുന്നു. ചേട്ടാ ചേട്ടൻ പോകൂ. വേഗാട്ടെ, വേഗം വേഗം നടക്കൂ. നടക്കൂ. ഡോക്ടറെ വിളിക്കേ പ്ലീസ്.
ഭഗവാനെ, എന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കല്ലേ. ചേട്ടനും ഇടത്തേക്കും വേഗം അസുഖം മാറണേ, ഇല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാനാവില്ല. ഡോൺ വരി കവിത, എല്ലാം ശരിയാവും. നിങ്ങൾക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്തെന്ന്. നീ ഇതെന്താ ചെയ്യാന കവിത? സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യൂ. അമ്മ ഓക്കെയാണ്, വീട്ടിൽ ആർക്കും തന്നെ ഒരു കുഴപ്പമില്ല. കുട്ടികളെല്ലാം ഓക്കെയാണ്. ചേട്ടനും ഇടത്തേക്ക് മാത്രമേ കുറച്ച് അഫക്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവരും ഓക്കെ ആകും. നീ നിന്റെ ഭയത്തെ കൺട്രോൾ ചെയ്യൂ, പോസിറ്റീവായി ചിന്തിക്കൂ. നീ തന്നെയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയതല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നീ ഉറപ്പായിട്ട് പിടിക്കപ്പെടും. മോം, നിങ്ങളിങ്ങനെ എന്നോട് സംസാരിക്കുന്നതാണ് എന്നെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. എന്നാ നിങ്ങൾ വാ മൂടിയിരുന്ന ഇതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് ആരും അറിയില്ല. മനസ്സിലായോ? ആ ഷെർലിൻ, നീ എന്തിനാ ഈ പ്ലാനിൽ കവിതയെ കൂടി ഉൾപ്പെടുത്തിയത്? ഒരുപക്ഷെ നാളെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കവിത എന്തായാലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടെ നടന്നതിനെല്ലാം കാരണം നീയാണെന്നുള്ള കാര്യം അവൾ ലോകം മുഴുവനും പറഞ്ഞു നടക്കും. നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവൾക്ക് അറിയില്ലെന്നും പിന്നീടാണ് അവൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതെന്നും അവൾ എല്ലാവരോടും പറഞ്ഞു പരത്തും. നിനക്കറിയാമോ, നീ വിചാരിക്കുന്ന ആളല്ല കവിത. അവൾ മറ്റുള്ളവരോട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ കുടുംബം എന്ന് പറഞ്ഞ അവൾ ജീവന് തുല്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ മോം, അമ്മയ്ക്ക് അറിയാലോ ഈ ഷേർലിൻ ആരാണെന്ന്. അറിയാം, വളരെ നന്നായിട്ട് തന്നെ അറിയാം. നിനക്ക് വിചിത്രമായൊരു ശക്തിയുണ്ട്, ആൾക്കാരെ ഭ്രാന്തരാക്കാൻ കഴിയുന്ന വിചിത്രമായൊരു ശക്തി. കഴിഞ്ഞുപോയത് കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും വീണ്ടും എന്റെ കഴിഞ്ഞ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്റെ പാസ്റ്റിനെ പ്രസന്റിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ മോം, അമ്മയ്ക്ക് അറിയാമല്ലോ, അതായത് എന്റെ പാസ്റ്റ് എന്റെ പ്രസന്റിൽ വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ സംഭവിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നില്ലല്ലോ. സോ ശാന്തമായിരിക്കെ. ആരും എന്താ ഒന്നും പറയാത്തത്? കുറെ നേരമായല്ലോ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്. നിങ്ങൾ പോയി അന്വേഷിക്കാതെന്താ? ഡോക്ടർ, ആന്റിക്ക് എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അറിയിക്കാം. ആന്റി രക്ഷപ്പെടുമായിരിക്കും അല്ലേ? അവരെത്ര പെട്ടെന്ന് സുഖാവട്ടെ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ അങ്കിളും ആന്റിയും വിഷമിക്കുന്നത്. ആ സമയത്ത് പ്രീത എന്തുമാത്രം കരഞ്ഞു. എല്ലാവരുടെ ശ്രദ്ധ അവളുടെ നേരെയായിരുന്നു. ഐ ഹോപ്പ് അങ്കിളും ആന്റി ഓക്കെ ആവുമെന്ന്. ഡോക്ടർ, അമ്മയ്ക്ക് അച്ഛൻ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അച്ഛൻ സുഖമായിരിക്കുന്നു, കുറച്ച് മരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ അമ്മ കുറച്ച് ഡോണ്ട് വെറി, ടെൻഷൻ ഒന്നും വേണ്ട. അമ്മയ്ക്ക് സുഖമാവാൻ കുറച്ച് സമയം എടുക്കും. രണ്ടുപേരും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർ, ചേട്ടാ വിഷമിക്കാനൊന്നുമില്ല കേട്ടോ. ഇവിടെ അഡ്മിറ്റ് ആയ എല്ലാവർക്കും സുഖമായി, എല്ലാവരും ഡിസ്ചാർജ് ആവുകയും ചെയ്തു. there is nothing to worry about. That's really a good news. അമ്മ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടാവോ? ഇൻസ്പെക്ടറിന്റെ സീറ്റിൽ ആരും ഇല്ലല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? ആരോടാ ചോദിക്കുക? സർ, എക്സ്ക്യൂസ് മീ. അത് കോൺസ്റ്റബിൾ അങ്കിൾ, ഞങ്ങൾ കോൺസ്റ്റബിൾ അങ്കിൾ. നീയൊക്കെ പെൺപിള്ളേരെ ശല്യം ചെയ്യും അല്ലേടാ? ഇവിടെ ഇൻസ്പെക്ടർ സാർ ഇല്ലേ? അത് ഞങ്ങൾക്ക് അമ്മയൊന്ന് കാണണമായിരുന്നു. നിങ്ങളുടെ അമ്മ എന്താ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആണോ? ഹലോ, എന്റെക്ക് CM അല്ല PM ഉള്ളത്. പിന്നെ ഞങ്ങളുടെ അമ്മയുടെ പേര് സരള എന്നാ. ഏയ്, കൂടുതൽ സ്മാർട്ട് ആവണ്ട, ഷട്ട് അപ്പ്. പിന്നെ ആ സരളയുണ്ടല്ലോ, ഇപ്പൊ ഭയങ്കര ഫേമസാ. എനിക്ക് അവളുടെ ചരിത്രം മൊത്തം അറിയാം. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. പിന്നെ നിന്റെ അമ്മയുണ്ടല്ലോ, ഇച്ചിരി കാശിന് വേണ്ടി എത്ര പേരുടെ ജീവിതമാണ് നശിപ്പിച്ചത്. പിന്നെ നിങ്ങളുടെ സിന്ദൂരം ഹാൾ നോക്കിക്കോ, അത് ഉടനെ പൂട്ടും. പിന്നെ കോടതിയിൽ കേസ് ഉണ്ടായിട്ട് നിങ്ങൾ ഇതിനെ വാടകയ്ക്ക് കൊടുക്കുന്നു അല്ലേ? പോരാതെ വിഷമുള്ള ആഹാരവും കൊടുക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ അമ്മ ക്രിമിനൽ കൂടിയാണ്. അവർക്ക് കഠിന ശിക്ഷ തന്നെ കിട്ടും. പിന്നീട് നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ അമ്മയെ കാണാം, പോരെ? കോൺസ്റ്റബിൾ മാഡം, നിങ്ങൾ എന്തെങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു മര്യാദയൊക്കെ ഉണ്ട്, ഒരു ലിമിറ്റ് വേണ്ടേ? സൃഷ്ടി, ഞാനൊന്ന് പറയട്ടെ ചേച്ചി, ഇവരെന്തൊക്കെയാ പറയുന്നത്? ആ പിന്നെ, എന്റെ അമ്മ കുറ്റവാളിയൊന്നും അല്ല, എന്റെ അമ്മ നിരപരാധിയാ. എന്നിട്ട് നിങ്ങൾ എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലേ? ഇതാണ് നിങ്ങളുടെ നീതി. കൂടുതൽ സ്മാർട്ട് ആവണ്ട, ഇല്ലേ നിന്റെ അമ്മയെ ഇട്ടതുപോലെ ഞാൻ നിന്നെയും പിടിച്ചുവിടിയിടും. മനസ്സിലായോ? രണ്ടുപേരും മിണ്ടാതെ അവിടെ മാറിയിരിക്കെ. ഒരു മിനിറ്റ്, നിങ്ങളൊരു കോൺസ്റ്റബിൾ അല്ലേ? നിയമം പാലിക്കുകയല്ലേ നിങ്ങളുടെ ജോലി?
അങ്ങനെയാണെങ്കിൽ എന്റെ അനിയത്തി സംസാരിച്ചതില് എന്താ തെറ്റായിട്ടുള്ളത്? നിയമം പാലിക്കേണ്ടവർ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്തുദ്ദേശത്തില ഇവളെ ജയിലടയ്ക്കുമെന്ന് പറഞ്ഞത്? മാഡം ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ കാണാനാണ് ഇവിടേക്ക് വന്നത്. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധിയായ അമ്മയാണ് ഇവിടെ ജയിലിലടച്ചിരിക്കുന്നത്. മാഡത്തിന് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവൂന്ന് അറിയില്ല. മാഡത്തിന് ഒരു അമ്മയുണ്ടാവില്ലേ? മാഡം ഒരു അമ്മയല്ലേ? മാഡത്തിന് മനസ്സിലാവില്ല ഒരു അമ്മയുടെ മനസ്സ് എന്താണെന്ന്. കുറച്ച് കാശിന് വേണ്ടി ആരുടെയെങ്കിലും ജീവൻ വെച്ച് കളിക്കോ? ഞങ്ങളുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കാരണമില്ലാതെ അമ്മയെ ജയിലിൽ അടച്ചിരിക്കുന്നത്. പ്ലീസ് ഞങ്ങൾ അമ്മയെ കൊണ്ട് ഒന്ന് സംസാരിച്ചോട്ടെ. ഒരൊറ്റ തവണ സംസാരിക്കാൻ അനുവദിക്കോ പ്ലീസ്?